ഇന്നത്തെ ക്ലാസ് ഡബിൾ ക്രോഷിയാണ്. ഡബിൾ ക്രോഷിക്ക് DC എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. DC. ഓക്കെ, DC ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു നോട്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് ചെയിനുകൾ ചെയ്ത് DC സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ചെയിനുകൾ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം DC ചെയ്യാൻ വേണ്ടി 3 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യാം. സിംഗിൾ ക്രോഷി ചെയ്യാൻ വേണ്ടി ഒരു ചെയിനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. HDC ചെയ്യാൻ വേണ്ടി 2 ചെയിൻ, DC ചെയ്യാൻ വേണ്ടി 3 ചെയിനാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹുക്കിൽ യാൺ ഓവർ ചെയ്യാം. HDCക്ക് ചെയ്തതുപോലെ തന്നെ DCക്ക് വേണ്ടിയും യാൺ ഓവർ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അവസാനത്തെ ചെയിൻ മാർക്കർ ആഡ് ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പിനെ ഹുക്കിലെടുക്കുക. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ആദ്യത്തേത് വർക്കിംഗ് ലൂപ്പും രണ്ടാമത്തെ ലൂപ്പ് യാൺ ഓവർ ചെയ്ത ലൂപ്പുമാണ്. മൂന്നാമത്തെ ലൂപ്പ് ഇപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് എടുത്ത ലൂപ്പുമാണ്. ഇങ്ങനെ 3 ലൂപ്പാണുള്ളത്. ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കാണ് ചെയ്യേണ്ടത്. ആദ്യം ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കുക. അതിനുശേഷം അടുത്തുള്ള 2 ലൂപ്പിനെയാണ് ഒന്നാക്കേണ്ടത്. ഇങ്ങനെ 2 തവണയായിട്ട് ഒന്നാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഡബിൾ ക്രോഷി എന്നാണ് അറിയപ്പെടുന്നത്. വീണ്ടും അടുത്ത സ്റ്റിച്ചിന് വേണ്ടിയിട്ട് അടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിൽ ഒരു ലൂപ്പ് എടുക്കുക. ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇടതുവശത്തേക്ക് ഹുക്കിനെ തിരിച്ചിട്ട് എടുക്കുക. അതിനുശേഷം ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കാൻ വേണ്ടി ഹുക്കിൽ യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ വലതുവശത്തേക്ക് തിരിക്കുക. ഹുക്കിനെ വലതുവശത്തേക്ക് തിരിക്കുമ്പോഴാണ് 2 ചെയിൻ എളുപ്പത്തിൽ ഒന്നാകുന്നത്. 2 ചെയിനിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് ലൂപ്പ് വരുന്നത്. അതിനുശേഷമുള്ള ലൂപ്പിനെ ഒന്നാക്കുക. ഓക്കെ, ഇങ്ങനെയാണ് DC ചെയ്യേണ്ടത്. ഇപ്പോൾ 2 DC ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ DCക്ക് വേണ്ടി വീണ്ടും ലൂപ്പിനെ എടുക്കുക. 3 ലൂപ്പിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഇനി ലൂപ്പിനെ എടുക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ലൂപ്പിനെ എടുക്കുക. നീഡിൽ വലതുവശത്തേക്കാണ് ടേൺ ചെയ്യേണ്ടത്. അവസാനത്തെ 2 ലൂപ്പിനെയും ഒന്നാക്കുക. ഇപ്പോൾ 3 DC ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ DCക്ക് വേണ്ടി വീണ്ടും അടുത്ത ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തു. ഹുക്കിലൊരു ലൂപ്പിനെ എടുത്തു. അതിനുശേഷം ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കി, അടുത്ത 2 ലൂപ്പിനെ ഒന്നാക്കി. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഓരോ സ്റ്റിച്ചും ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ യാൺ ഓവർ ചെയ്തതിന് ശേഷം ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തൊരു ലൂപ്പ് എടുക്കുക. ലൂപ്പ് എടുക്കുമ്പോൾ ഇടതുവശത്തേക്കാണ് ഹുക്കിനെ ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഹുക്കിലുള്ള 3 ലൂപ്പിന് DC ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്കിൽ ഒരു ലൂപ്പ് എടുത്തിട്ട് വലതുവശത്തേക്കാണ് തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹുക്കിൽ നിന്ന് 2 ലൂപ്പ് ഒന്നാവുകയും പിന്നീട് 2 ലൂപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കുക. അതിനുശേഷം അടുത്ത 2 ലൂപ്പിനെ ഒന്നാക്കുക. ഇങ്ങനെ DC കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എല്ലാ ചെയിനിലും കണ്ടിന്യൂ ആയിട്ട് DC ചെയ്തു. അവസാനത്തെ ചെയിനിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റോയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റോ ചെയ്യാൻ വേണ്ടി 3 ചെയിനാണ് ആഡ് ചെയ്യേണ്ടത്. 3 ചെയിൻ ആഡ് ചെയ്ത് വർക്കിനെ ടേൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആഡ് ചെയ്ത 3 ചെയിൻ താഴത്തെ DCയുടെ മുകളിൽ സമമായിട്ടുണ്ട്. ഓക്കെ, താഴത്തെ DCയുടെ മുകളിലേക്കാണ് നമ്മൾ 3 ചെയിൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത് 2ാമത്തെ DCയുടെ മുകളിലുള്ള ചെയിനിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് അടുത്ത DC ചെയ്യേണ്ടത്. DC ചെയ്യാൻ ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കി, അതിനുശേഷമുള്ള 2 ലൂപ്പിനെ ഒന്നാക്കി. ഹുക്കിനെ യാൺ ഓവർ ചെയ്തു. അടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് എടുത്തു. ആദ്യത്തെ 2 ലൂപ്പിനെ ഒന്നാക്കി, അതിനുശേഷമുള്ള 2 ലൂപ്പിനെ ഒന്നാക്കുക. ഓക്കെ, ഇങ്ങനെ DC നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
താഴത്തെ റോയിലെ എല്ലാ ഡി സിയുടെ മുകളിലും ഇപ്പോൾ ഓരോ ഡി സി വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ഡി സിയുടെ മുകളിലും ഒരു ഡി സി ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ടേൺ ചെയ്യാൻ വേണ്ടി ടേൺ ചെയ്തിട്ട് ആഡ് ചെയ്ത 3 ചെയിൻ ഉണ്ടായിരുന്നു. ആ 3 ചെയിനിൻ്റെ മുകളിലും ഒരു ഡി സി ചെയ്യണം. 3 ചെയിനിൽ മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് അവിടെ ഒരു ഡി സി ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും.